അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അന്നഹ്വുൽ വാളിഹ് എന്നുള്ള നമ്മുടെ കിതാബിലെ 12ാമത്തെ പാഠമാണ് നമുക്കിനി ഓതാനുള്ളത്. അൽ ഫിഅലുൽ ലാസിമു വൽ ഫിഅലുൽ മുതഅദ്ദി എന്നുള്ളതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. ഫിഅലുകളെ നമുക്ക് രണ്ടെണ്ണമാക്കി തരംതിരിക്കാം. ഒന്ന് ലാസിമായ ഫിഅലാണ്, മറ്റേത് മുതഅദ്ദിയായ ഫിഅലാണ്. ഓക്കെ, ലാസിമായ ഫിഅല് എന്ന് പറഞ്ഞാൽ ഒരു മഫ്ഊല് വരാൻ സാധ്യതയില്ലാത്ത ഫിഅലുകളെ കുറിച്ചാണ് പറയുന്നത്. ഉദാഹരണത്തിന് ജാഅ എന്നുള്ള ഫിഅല് നോക്കുക. ഓക്കെ, ജാഅ സെയ്ദുൻ, സെയ്ദ് വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നീട് അതിന് ശേഷം എന്തുണ്ടാകാനുള്ള സാധ്യതയില്ല? ഒരു മഫ്ഊല് വരാനുള്ള സാധ്യതയില്ല, അല്ലേ? ഇന്നയാളെ വന്നു അല്ലെങ്കിൽ ഇന്ന ഒരു വസ്തുവിനെ വന്നു എന്നുള്ള രീതിയിൽ ജാഅ എന്നുള്ള ഫിഅലിന് നമുക്ക് ഒരു മഫ്ഊല് പറയാൻ സാധ്യമല്ല എന്നർത്ഥം. ഓക്കെ, ഇത്തരത്തിലുള്ള ഫിഅലുകളെയാണ് നമ്മൾ ലാസിമായ ഫിഅല് എന്ന് പറയുന്നത്. ജാഅ, ദഹബ, തഫത്തഹ, സാറ ഒക്കെ പോലത്തെ, അതായത് ഒരു മഫ്ഊല് വരാൻ സാധ്യതയില്ലാത്ത ഫിഅലുകളെ കുറിച്ചാണ് നമ്മൾ ലാസിമായ ഫിഅല് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മുതഅദ്ദിയായ ഫിഅല് എന്ന് പറഞ്ഞാലോ ഒരു മഫ്ഊല് വരാൻ സാധ്യതയുള്ള ഫിഅലിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ ലറബ എന്നുള്ള ഫിഅല് എടുക്കുക. ലറബ എന്നാൽ അടിച്ചു എന്നാണല്ലോ. അപ്പോൾ ഇന്നയാൾ ഇന്നാലിന്ന ആളെ അടിച്ചു എന്നുള്ള ഒരു സാധ്യത അവിടെയുണ്ട്, അല്ലേ? അതായത് ലറബ എന്നുള്ള ഫിഅലിനിക്ക് ഒരു മഫ്ഊല് വരാനുള്ള സാധ്യതയുണ്ട് എന്നർത്ഥം. അപ്പോൾ ലറബ സെയ്ദുൻ എന്നതിന് ശേഷം അംറൻ എന്നൊരു മഫ്ഊല് പറയാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അത്തരത്തിൽ ഒരു മഫ്ഊലിലേക്ക് വിട്ടുകടക്കുന്ന ഫിഅലുകളെ കുറിച്ചാണ് നമ്മൾ മുതഅദ്ദിയായ ഫിഅല് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലറബ എന്നുള്ള ഫിഅല്, നസറ എന്നുള്ള ഫിഅല്, ഇത്തരത്തിലുള്ള അകല എന്നുള്ള ഫിഅല്, ഇവയെല്ലാം മുതഅദ്ദിയാണ്. ഓക്കെ, അകല എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് കഴിച്ചത് എന്നുള്ള ഒരു മഫ്ഊല് അവിടെ പറയാനുള്ള സാധ്യതയുണ്ട്, അല്ല? അപ്പോൾ അകല എന്നുള്ള ഫിഅല് ഒരു മഫ്ഊലിനെ നിസ്ബ് ചെയ്യുന്ന, ഒരു മഫ്ഊലിലേക്ക് വിട്ടുകടക്കുന്ന ഫിഅലായതിനാൽ തന്നെ അതിനെക്കുറിച്ച് നമുക്ക് മുതഅദ്ദിയായ ഫിഅല് എന്ന് പറയാം. ഓക്കെ, ഈ ഒരു വിഷയമാണ് നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കുവാനുള്ളത്. ആദ്യമായിട്ട് ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യം ഒരു ഭാഗത്തായിട്ട് 4 ഉദാഹരണങ്ങളും പിന്നെ അതിന് നേരെ മറ്റ് 4 ഉദാഹരണങ്ങളുമാണുള്ളത്. ആദ്യത്തെ 4 ഉദാഹരണങ്ങൾ ലാസിമായ ഫിഅല് വരുന്നതും പിന്നീടുള്ള 4 ഉദാഹരണങ്ങൾ മുതഅദ്ദിയായ ഫിഅല് വന്ന ഉദാഹരണങ്ങളുമാണ്. ഓക്കെ, ഒന്ന് നോക്കുക. അൽ അംസിലത്തു, ഒന്നാമത്തെ ഉദാഹരണം തഫത്തഹ അസ്സഹ്റു. ഓക്കെ, തഫത്തഹ എന്നാൽ വിരിഞ്ഞു എന്നാണ് അർത്ഥം. അസ്സഹ്റു എന്നാൽ പൂവ്. ഓക്കെ, തഫത്തഹ അസ്സഹ്റു പൂവ് വിരിഞ്ഞു. ഓക്കെ, സാറ എന്ന് പറഞ്ഞാൽ പാറി എന്നാണ് അർത്ഥം. സാറൽ ഗുബാറു എന്ന് പറഞ്ഞാൽ പൊടിപടലം, പാറി എന്നർത്ഥം. ഓക്കെ, ഇനി മൂന്നാമത്തത് ഫാലൻ നെഹ്റു. ഫാല എന്നാൽ ഒഴുകി എന്നാണ്. അന്നെഹ്റു പുഴ. ഫാലൻ നെഹ്റു പുഴ ഒഴുകി. ഓക്കെ, നാലാമത്തത് ഹബ്ബത്തി ദീഹു. ഹബ്ബ എന്നാൽ അടിച്ചു വീശി എന്നാണ് അർത്ഥം. ഹബ്ബത്തി ദീഹു കാറ്റ് അടിച്ചു വീശി. ഓക്കെ, അപ്പോൾ ഈ 4 ജുംലകളിലും നമുക്ക് എന്ത് കാണാവുന്നതാണ്? ഓരോ ഫിഅലുകളെ കാണാം, അല്ലേ? തഫത്തഹ, സാറ, ഫാല, ഹബ്ബ, അല്ലേ? ഈ 4 ഫിഅലുകളും ഒരു മഫ്ഊല് വരാൻ സാധ്യതയില്ലാത്ത ഫിഅലുകളാണ്, അല്ലേ? തഫത്തഹ, ഒരു തഫത്തഹ സെഹ്റു പൂവ് വിരിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ എന്തിനെ വിരിഞ്ഞു അല്ലെങ്കിൽ ആരെ വിരിഞ്ഞു എന്നുള്ള ഒരു കാര്യം അവിടെ പറയേണ്ടതില്ല. ഓക്കെ, അങ്ങനെ പറയാനുള്ള സാധ്യതയേ ഇല്ല എന്നർത്ഥം. അതുപോലെ തന്നെയാണ് സാറൽ ഗുബാറു പൊടിപടലം, പാറി എന്നതിന് ശേഷം പിന്നീട് ഒരു മഫ്ഊല് വരാനുള്ള സാധ്യതയില്ല. ഫാല, ഹബ്ബ എന്നുള്ള ഫിഅലുകളും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിഅലുകളെ കുറിച്ചാണ് നമ്മൾ ലാസിമായ ഫിഅല് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന് നേരെയുള്ള അടുത്ത 4 ഉദാഹരണങ്ങൾ നോക്കൂ. ഒന്നാമത്തത് തൊവൽ ഖാദിമു അസ്സൗബ. തൊവ എന്നാൽ മടക്കി വെച്ചു എന്നാണ് അർത്ഥം. അൽ ഖാദിമു സേവകൻ, അസ്സൗബ വസ്ത്രത്തെ. അപ്പോൾ സേവകൻ വസ്ത്രത്തെ മടക്കി വെച്ചു. ഓക്കെ, ഇനി അടുത്തത് അകല സഅലബു ദജാജതൻ. അകല സഅലബു കുറുനരി ഭക്ഷിച്ചു, ദജാജത്തൻ ഒരു കോഴിയെ. ഓക്കെ, ഇനി മൂന്നാമത്തത് ബല്ലലൽ മത്തറു അൽ അർള. ബല്ലല നനച്ചു, അൽ മത്തറു മഴ, അൽ അർള ഭൂമിയെ. ഓക്കെ, മഴ ഭൂമിയെ നനച്ചു. നാലാമത്തേത് നോക്കാം. അഹ്റഖത്തിൻ നാറു അൽ മനാസില. അഹ്റഖ എന്നാൽ കരിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ അഹ്റഖത്തിൻ നാറു തീ കരിച്ചു, അൽ മനാസില വീടുകളെ. ഓക്കെ, ഏതായിരുന്നാലും ആ 4 ഉദാഹരണങ്ങളൊന്ന് നോക്കൂ. അവയിലും നമുക്ക് ഓരോ ഫിഅലുകളെ കാണാം, അല്ലേ? തൊവ,
അകല, ബല്ലല, അഹ്റഖ എന്നീ 4 ഫിഅലുകൾ. ഇവ എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെയുള്ള ഫിഅലുകളല്ല, മറിച്ച് ഇവക്ക് ഒരു മഫ്ഊൽ വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ത്വവ എന്നാൽ മടക്കി വെച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ എന്തിനെയാണ് മടക്കി വെച്ചത് എന്നുള്ള ഒരു സാധ്യത, അസൗബ എന്നുള്ളൊരു മഫ്ഊൽ വരാനുള്ള സാധ്യത അവിടെയുണ്ട് അല്ലേ. അകല എന്നാൽ ഭക്ഷിച്ചു എന്നാണ്. അപ്പോൾ എന്തിനെയാണ് ഭക്ഷിച്ചത് എന്നുള്ള ഒരു മഫ്ഊൽ അവിടെ വരും. ഓക്കെ, അതുപോലെ തന്നെയാണ് ബല്ലല, അഹ്റഖ എന്നുള്ളതെല്ലാം എന്തിനെയാണ് നനച്ചത്, എന്തിനെയാണ് കരിയിച്ചത് എന്നുള്ള ഒരു മഫ്ഊൽ അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു മഫ്ഊലിലേക്ക് വിട്ടുകടക്കുന്ന, ഒരു മഫ്ഊലിനെ നെസ്ബ് ചെയ്യാൻ വണ്ണമുള്ള ഫിഅലുകളെ കുറിച്ചാണ് നമ്മൾ മുതഅദ്ദിയായ ഫിഅൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതോടുകൂടെ നിങ്ങൾക്കത് ക്ലിയറായി എന്ന് കരുതുന്നു. ഇതേ കാര്യം തന്നെയാണ് നമുക്ക് ഈ പാഠത്തിൻ്റെ ഖാഇദയിലും പഠിക്കാനുള്ളത്. അൽ ഖവാഇദു 132ാമത്തെ ഖാഇദ, അൽ ഫിഅലു യൻഖസിമു ഖിസ്മൈനി. അൽ ഫിഅലു ഫിഅലാകുന്നത് യൻഖസിമു അത് ഇനങ്ങളാകും, ഖിസ്മൈനി 2 ഇനങ്ങളായിട്ട്. ഓക്കെ, അവ ഏതൊക്കെയാണ്? ലാസിമുൻ വ മുതഅദ്ദിൻ, ലാസിമുമാണ് മുതഅദ്ദിയുമാണ് എന്നർത്ഥം. ഓക്കെ, ഇനി ഇവ രണ്ടിൻ്റെയും ഒന്ന് താരീഫ് നോക്കാം. അൽ ഫിഅലു ലാസിമു, ലാസിമായ ഫിഅൽ എന്നാൽ ഹുവ മാ, അത് ഒരു ഫിഅലാണ്, ലാ യൻസിബുൽ മഫ്ഊല ബിഹി, മഫ്ഊൽ ബിഹിയെ നെസ്ബ് ചെയ്യാത്ത ഫിഅലിനെ കുറിച്ചാണ് നമ്മൾ ലാസിമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാറ എന്നുള്ളത് പോലെ, ഫാല എന്നുള്ളത് പോലെ ഒരു മഫ്ഊൽ ബിഹിക്ക് നെസ്ബ് കൊടുക്കാൻ സാധ്യമല്ലാത്ത, ഒരു മഫ്ഊൽ ബിഹി ഉണ്ടാകാൻ തന്നെ സാധ്യമല്ലാത്ത ഫിഅലുകളെ കുറിച്ചാണ് നമ്മൾ ലാസിമായ ഫിഅൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വൽ ഫിഅലുൽ മുതഅദ്ദി, മുതഅദ്ദിയായ ഫിഅൽ എന്ന് പറഞ്ഞാലോ ഹുവല്ലദി യൻസിബുഹു, ഒരു മഫ്ഊൽ ബിഹിയെ നെസ്ബ് ചെയ്യാൻ കഴിയാവുന്ന ഫിഅലുകളെ കുറിച്ചാണ് നമ്മൾ മുതഅദ്ദിയായ ഫിഅൽ എന്ന് പറയുന്നത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ ലാസിം എന്നാൽ എന്താണ്, മുതഅദ്ദി എന്നാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. ഇവിടെ നമുക്ക് മറ്റൊരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ലറബ സെയ്ദുൻ എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ, അതായത് സെയ്ദ് അടിച്ചു എന്ന് മാത്രം പറയുന്നു, അവിടെ മഫ്ഊലായിരിക്കുന്ന അംറിനെ പറഞ്ഞിട്ടില്ല എന്ന് സങ്കല്പിക്കുക. എങ്കിലും അവിടെയുള്ള ലറബ എന്നുള്ള ഫിഅൽ എന്തു തന്നെയാണ്, മുതഅദ്ദിയായ ഫിഅൽ തന്നെയാണ്. കാരണം നമ്മളിവിടെ നോക്കുന്നത് എന്താണ്, നമ്മളിവിടെ നോക്കുന്നത് ആ ഫിഅലിനൊരു മഫ്ഊലിലേക്ക് വിട്ടുകടക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, അത് ജുംലയിൽ അങ്ങനെ മഫ്ഊൽ വരണ്ട എന്നുള്ള നിബന്ധനയൊന്നുമില്ല. മറിച്ച് ഒരു ഫിഅലിനെ സംബന്ധിച്ചിടത്തോളം ആ ഫിഅലിനിക്ക് ഒരു മഫ്ഊലിനെ നെസ്ബ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് അത് ലാസിമാണോ മുതഅദ്ദിയാണോ എന്ന് നോക്കുന്നത്. അപ്പോൾ തീരെ മഫ്ഊലിലേക്ക് വിട്ടുകടക്കാൻ കഴിയാത്ത ഫിഅലുകളാണ് എങ്കിൽ അവയെക്കുറിച്ചാണ് നമ്മൾ ലാസിമി എന്ന് പറയുന്നത്. ഇനി വിട്ടുകടക്കാൻ കഴിയുന്ന ഫിഅലുകളെ കുറിച്ചാണ് മുതഅദ്ദി എന്ന് പറയുന്നത് എന്നർത്ഥം. ഓക്കെ.